ബ്രെഡിലും ദോശയിലും ചപ്പാത്തിയിലും ഒക്കെ ന്യൂട്ടെല്ല തേച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ മക്കൾ അപ്രൂവ് ചെയ്തു തന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഹോം മെയ്ഡ് ചോക്ലേറ്റ് സ്പ്രെഡെന്നോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ന്യൂട്ടെല്ലെന്ന് തന്നെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇവർക്ക് ഇഷ്ടമായിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് ഹേസൽനട്ട്, കാഷ്യൂ നട്ട്, പൈൻ നട്ട്, ബ്രസീൽ നട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രസീൽ നട്ട്, പൈൻ നട്ടും ഒക്കെ ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് പീനട്ട് കൂടി ഇട്ട് കൊടുത്താലും മതി. പീനട്ടിൻ്റെ ടേസ്റ്റ് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10-20 സെക്കൻഡ്സ് വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 10-20 സെക്കൻഡ്സ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കി നോക്കുക. ഈ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ, അതായത് ഇപ്പോൾ കണ്ടു, ഇതിൽ നിന്ന് ബട്ടർ റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പീനട്ട് ബട്ടറൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ബട്ടർ റിലീസ് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. സോക്ഡ് ഒന്നുമല്ല, ഡയറക്റ്റ് ഡേറ്റ്സ് തന്നെ കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗാലക്സി സ്മൂത്ത് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടി ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് മെൽറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇത് ഒന്ന് ആറാൻ വേണ്ടി വെക്കുക. ഇനി അതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹെർഷീസിൻ്റെ സ്പെഷ്യൽ ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ട് തന്നെ 1/2 ടേബിൾ സ്പൂൺ മതിയായിരുന്നു. ഇനി അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. ഇനി ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വീണ്ടും അരയ്ക്കുക. ഒരു 20 സെക്കൻഡ്സ് കൂടുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അരയ്ക്കുക. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടി മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ന്യൂട്ടെല്ലയുടെ കൺസിസ്റ്റൻസി ആകെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഈ പരുവം ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പരുവം വരെ കുറച്ച് സെക്കൻഡ്സ് കൂടി മുന്നോട്ട് അരച്ചാൽ മതിയാകും. അപ്പോൾ ഇതാ ഫൈനലി ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഇത്രയും നട്ട്സൊക്കെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അതൊരു ഹെൽത്തി വേർഷനാണ്. പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ന്യൂട്ടെല്ല നമ്മൾ വാങ്ങിയ ന്യൂട്ടെല്ല അല്ലെ അതുപോലത്തെ മറ്റ് സ്പ്രെഡുകൾ വാങ്ങി കൊടുക്കുമ്പം നമ്മൾ ഭയങ്കര ഒരു കൺസേൺ ആയിരിക്കും അല്ലേ, ഇത് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അറിയില്ല. വീട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു രീതി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പം വളരെ ഒരു ഹെൽത്തിയർ ഓപ്ഷനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇപ്പം ഞാൻ സ്പ്രെഡായിട്ട് ഇവർക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നട്ട്സ് വീണ്ടും നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഹേസൽനട്ടും പീനട്ടും കാഷ്നട്ട് തന്നെ ഇട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ഫോളോ മൈ ചാനൽ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.